നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. ഇത് അതെ 2500 രൂപയ്ക്ക് നമ്മളെടുത്ത റൂമാണ്. ഫ്രിഡ്ജ് ഉണ്ട്, മിനി ബാർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വലിയ ബാത്റൂം ആണോ, 100 ബാത്റൂം. അതായത് ഒരു റൂമിന്റെ അത്രയുള്ള ബാത്റൂം. നോക്കി കന്യാകുമാരി കാണാൻ പോവാ. എല്ലാം എടുത്തില്ലേ ഗൈസ്? അവരുടെ റൂം ഇത് ചെയ്യാൻ പറയണം കേട്ടോ, അതായത് ക്ലീൻ ചെയ്യാൻ പറയണം. പപ്പ ഇതിലെ പൊക്കും, ഞങ്ങൾ വീഡിയോ കയറിയിട്ട് അതിലെ വരാവേ. കുറുമ്പെന്ന് പറഞ്ഞാൽ എന്നാ കുറുമ്പാന്നറിയാമോ? കുറുമ്പ് കാണിക്കുന്ന സമയമാണ്. കുറുമ്പ് ആ സമയത്ത് നമ്മൾ നന്നായിട്ട് നോക്കണം. ഇവരിപ്പോ ഈ സമയത്ത് ഇറങ്ങി ഓടാൻ അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ത്വരയായി ടെൻഡൻസി. ഗൈസ് നോക്കൂ, ഇവിടെ വീഡിയോ കയറ്റുവാണ്. അതായത് ഞങ്ങളുടെ പിന്നെ ഇവിടുത്തെ വൈഫൈയിൽ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല സ്പീഡിൽ കയറും. ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഫിഷറീസ് വകുപ്പിൻ്റെ എന്ത് സംഭവം തോന്നുന്നു. അവിടെ മറ്റേ ഇതുണ്ട്, നമ്മുടെ കപ്പലിനൊക്കെ മറ്റേ സിഗ്നൽ കൊടുക്കുന്ന, അതിനെന്തായാലും പേര് പറയുന്നത് ക്ലോക്ക് ടവർ അല്ലല്ലോ. ഓ, അതിൻ്റെ സംഭവം. ഗൈസ് ഫൈനലി നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത് ഇതാണ് ഹോട്ടൽ കേട്ടോ. കിട്ടില്ല ഹോട്ടലാണ്, പുത്ത ഹോട്ടലാട്ടോ, കിട്ടില്ല ഹോട്ടൽ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് കന്യാകുമാരിക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വന്ന വഴി എന്തായാലും അഭിരാമിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള അവിടെയാണ് പാർക്കിംഗ് കേട്ടോ. എന്തായാലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ പെട്ടെന്ന്. ഇവിടെയാണ് നമ്മുടെ വണ്ടി കിടന്നത്. എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടുകാർ ആന്ധ്രക്കാർ ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് വരുന്നത് ഈ കാണുന്ന ഫോഴ്സിന്റെ ഇതിനെന്നാണ് പറയുന്നത്, ട്രാൻസ്ഫോമർ അങ്ങനത്തെ അങ്ങനെ പറയുന്നത്. ട്രാൻസ്ഫോമർ കറണ്ട് വരുന്നത്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇവരെങ്ങനെ റൂം എടുക്കുന്നവരാ, ഇവരെല്ലാരും കൂടെ ഒരു ഹാളും കിടക്കും. 10 പേര് കൂടി 1200 1500 രൂപയ്ക്ക് ഒരു ഹാൾ. എന്നിട്ട് ഇവർ പായെല്ലാം കൊണ്ടിട്ട് എന്നിട്ട് അവിടെ കിടക്കും. നേരത്തെ ഞാൻ കണ്ടു ഈ ഹോട്ടലിൽ അങ്ങനെ ഒരു റൂം എടുത്താൽ. യെസ് ഗൈസ്, നമുക്ക് ഫൈനലി വണ്ടി എടുക്കാം. വണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നിക്കർ ഇടണ്ടാടാ? നിക്കർ യെസ്, തീർച്ചയായിട്ടും. ഒരു നിക്കറും ഇല്ല, നിക്കർ അവിടെ നിന്ന് എടുത്ത് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടിക്കുള്ളിൽ കയറി. ഫൈനലി നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? കന്യാകുമാരി വിവേകപാറ കാണാൻ വേണ്ടിയാണ്. അല്ല, നമുക്ക് എത്ര മണിക്കാണ് കിട്ടിയാക്കുന്ന ടിക്കറ്റ്? 3 മണിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ എൻട്രി ടിക്കറ്റൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഗൈസ് നോക്കൂ, മൈക്കിൾ രാവിലെ തന്നെ ചിപ്സ് കഴിക്കാണ്. വിശന്നിട്ട് ആദ്യമായിട്ട് ചോദിച്ചു. അപ്പൻ രാവിലെ കൽക്കണ്ട, എന്നാ കൽക്കണ്ടോ അപ്പ? പലക്കൽക്കണ്ടം കഴിക്കാണ്. നന്നായിട്ട് പോകും ഗൈസ്. ഇതേ ഫിഷറീസിന്റെ ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആണോ? എന്തൊരു സംഭവം കേട്ടോ. പണ്ട് കാലത്ത് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടായിരുന്നു ഈ സാധനം ഒരു സ്ഥലത്തോട്ട് അടുക്കുന്നത്. ഈ ബോട്ടുകള് ഷിപ്പ് ഇപ്പൊ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസറാണ്. ഇത് വേറെ എന്തോ സംഭവമാണ് ഇവനെ. ഷിപ്പ്യാർഡ് ഇല്ലല്ലോടാ, ഷിപ്പ്യാർഡ് ഇല്ല. എന്തോ വേറെ സംഭവം. ഇവള് പറഞ്ഞാൽ എന്തോ കാലാവസ്ഥ, അത് കാറ്റിന്റെ ദിശ ഇപ്പുറത്തെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയ അഭിരാമി കാറ്റ് പോലെ കിടന്ന് കറങ്ങും കവലോസില്. സത്യം കേട്ടോ. ഞങ്ങളെ ഫൈനലി നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ആദ്യം നോക്കട്ടെ. ആദ്യം ഒന്ന് കഴിക്കണം. റിസോർട്ട് ഇഷ്ടം പോലെ ഇങ്ങനത്തെ റിസോർട്ടും കാലം ഇവിടെ പണിത് വരുന്നുണ്ട്. യെസ് എടി അഭിരാമി, നമുക്ക് എത്രയായി ഇത്രയും പേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോ? 1500. എത്ര ഒരാൾക്ക്? ഇവിടെ നമ്മൾ ഓൺലൈൻ ത്രൂ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണേന് നോർമൽ ടിക്കറ്റ് 100ഉം സ്പെഷ്യൽ ടിക്കറ്റ് 300ഉം. എന്തോരം ഹോട്ടലാണ് നമ്മളെടുത്ത റേറ്റിന് അതിൽ ഇവിടെ കിട്ടും. അതിനാ നമ്മുടെ പുതിയ ഹോട്ടലാണ്, അതുകൊണ്ട് അത് റണ്ണിങ്ങിന് വേണ്ടി കിട്ടിയതാണ്. ആ റേറ്റ് കിട്ടി. 5 പേര്. വൈകുന്നേരം 3 മണിയാട്ടോ നമ്മള് വെച്ചാക്കുന്ന സമയം. എന്റെ പൊന്നെ നോക്കിയേ പപ്പ തിരക്ക് നോക്കിയേ. ഇവിടെ ഇഷ്ടം പോലെ ഹോട്ടലുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഹോട്ടൽ കഴിക്കണം, എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഞാനും ലിബിനും ഞങ്ങൾ ടാറ്റ വെഞ്ചർ കൊണ്ട് വന്ന് കിടന്ന സ്ഥലമാണ്. കല്യാണ മണ്ഡപം അല്ല, അന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഞങ്ങള് വിളിക്കാത്ത കല്യാണം. എന്ത് രസമാണെന്നറിയാം ഇതിലിങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി. പക്ഷെ ഉണ്ടല്ലോ, ശ്രദ്ധിക്കണേ, നോക്കി നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാ. അതായത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, രാജസ്ഥാൻ, അങ്ങനെ ഇന്ത്യയുടെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ ആൾക്കാർ വരുവേ. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചാണ് ഓടിക്കാൻ. ഒരു റൈഡറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും കന്യാകുമാരി ടു കാശ്മീർ ഡ്രൈവിംഗ്. യെസ്, അതെ നീ പറയും വളരെ കറക്റ്റാണ്. അതായത് വിദേശികളുടെ വരെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കന്യാകുമാരി ടു കാശ്മീർ ഓടിക്കുക എന്നുള്ളത്. കാരണം ലോകത്തിൽ ഇത്രയും ടഫ് ടെറൈനുള്ള വേറൊരു രാജ്യമില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം കേട്ടോ. ഫൈനലി ഞങ്ങൾ ഇവിടെ വണ്ടി ഒതുക്കി. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നേ. അപ്പം നോക്കാൻ തമ്മിപ്പേദം വലിയ തിരക്കില്ലാത്ത റെസ്റ്റോറൻറ്റ് ചിക്കൻ കടയുണ്ട്. അപ്പോൾ ഇത് നോൺ വെജ് കിട്ടും, ഇവിടെ ചോറ് കിട്ടും, ബിരിയാണി കിട്ടും, ഫ്രൈഡ് റൈസ് കിട്ടും, എല്ലാ സാധനം കിട്ടും. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തി. ഇനി അമ്മ അഭിരാമിയോട് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ, നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പുതിയ വാൻ ലൈഫ് നമ്മളെ കണ്ടുപിടിച്ചു. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേക്കത്തെ സാധനം അവൻ തന്നെ വൃത്തിയാക്കും, അവൻ ബേക്കിൽ തന്നെ അവൻ തന്നെ പോയിക്കണം. അതെ, നമുക്ക് 3 മണിക്കല്ലേ ടിക്കറ്റ്? 3 മണിക്കാണ് നമുക്ക് അവിടെ എത്തേണ്ടുള്ളൂ. കൊച്ചിനെ കൊണ്ട് പപ്പ പോയല്ലേ? ലോക്ക് ചെയ്തോ?
ലോക്ക് ചെയ്തോ? നമുക്ക് കഴിക്കാം കേട്ടോ. എന്തിനു വന്നാടാ? ഫുഡ് കഴിക്കാണ്ട് വന്നാണോ മൈക്കിളെ? നമുക്കേ ഇവിടെ എല്ലാവർക്കും ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഗ്ലാസ് വേണ്ടല്ലോ, നമുക്ക് ഗ്ലാസ് വേണ്ട, ബോട്ടിൽ കൊടുക്കാം. തമ്പി പ്രശ്നം 2 ബോട്ടിൽ. നോ കൂൾ, നോർമൽ. നമ്മുടെ ചെറുക്കൻ നശിപ്പിക്കും കേട്ടോ. മൈക്കിളിന് എന്നാ പറഞ്ഞേ? മൈക്കിളിന് വായു. ലിവിൻ ഫിഷ് മീൽസ്, അപ്പം ഫിഷ് മീൽസ്, മമ്മി ബിരിയാണി, ഞാൻ ബിരിയാണി, ഇവള് ഫ്രൈഡ് നമുക്ക് ഈ റൈസ്. ചെരുപ്പ് നൂരിയിട്ടല്ല അവരാമ അല്ല എന്നെ മൊത്തം ഏതാ അച്ഛനെ നാണം കെടുത്തി കളഞ്ഞു. നമ്മളെ നാണം കിടാൻ വേണ്ടി ഈ വല്യപ്പൻ എൻ്റെ കൊച്ചിനെ എപ്പോഴും വഴക്ക് പറയുക. ഈ വല്യപ്പൻ എൻ്റെ കൊച്ചിനെ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇവനെ വഴക്ക് പറഞ്ഞില്ലേ മറ്റേ ഈ ഹോട്ടലിൽ ഇപ്പം 2 തിരിച്ചിങ്ങ് വെക്കും. അതൊക്കെ ഇപ്പൊ നല്ല കുട്ടിയായിട്ടിരിക്കുന്നതൊക്കെ ഇത്ര നേരം എൻ്റെ തൊഴിയായിരുന്നു. അതെ എന്നെ ഇപ്പോൾ ഫൈനലി നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണം വന്നു. ബിരിയാണി കിട്ടി, അഭിരാമിക്ക് ഫ്രൈഡ് റൈസ് കിട്ടി, ലിബിന് ചോറ് കിട്ടി, നല്ല അടിപൊളി അപ്പന് ചോറ് കിട്ടി, അമ്മയ്ക്ക് ബിരിയാണി കിട്ടിയ പക്ഷേ കൊള്ളത്തില്ലായിരുന്നു പറഞ്ഞ അമ്മ റിജക്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? ചോറും മീൻകറിയും രസവും ഈ സാധനം എല്ലാം അടിപൊളിയാണ്. ആണോ? അഭിരാമിയുടെ ഫ്രൈഡ് റൈസ് നല്ലതാണ്. ബിരിയാണി എത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് കഴിച്ചിട്ട് പോകാം കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി, ഞങ്ങൾ നേരെ പോവുകയാണ്. നമുക്ക് 3 മണിക്ക് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ ലൊക്കേഷൻ കാണാനുള്ള ടൈം 3 മണിയാണ്. എന്ത് ചെയ്യാ? എന്നാ 3 മണിയാണ് നമ്മുടെ മെയിൻ ടൈം. അത് നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കറങ്ങത്തില്ലേ? വായി വെക്കാൻ കൊള്ളാത്ത പ്രശ്നമായിരുന്നേ. ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ട് ഇവിടെ കയറിയാക്കരുത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭക്ഷണം വലിയ ഗുണമില്ലായിരുന്നു. എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ വേറെ വകുപ്പില്ലല്ലോ, ഇത് കഴിക്കാൻ നല്ലത്. പിന്നെ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ താക്കോലുണ്ട്, തന്നെ തുറക്കണ്ടാണല്ലോ. ടൗണിലേക്ക് പോയി കഴിഞ്ഞാണ്ടല്ലോ നല്ല ഭക്ഷണം കിട്ടും. ടൂർ ഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് ഇവർക്ക് ഇവിടെ നടക്കാൻ? ഫുഡൊന്നും കൊള്ളുണ്ടാവില്ല, മാറി മാറി വരുന്ന ആൾക്കാരല്ലേ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, ഇഞ്ചി മിഠായി. ഞങ്ങളെ വേറെ ഹാർബറിലേക്ക് ഒന്ന് പോവുകയാണേ. പണ്ട് ഞങ്ങളൊന്ന് പോയതാണ്, എങ്കിലും ഞങ്ങൾക്ക് ഒരു ത്വര ഒന്ന് ഹാർബർ കാണണമെന്നുള്ളത്. എവിടെ പോയാലും ഹാർബറിൽ പോകണം അല്ലേ? അതെ, അത് പ്രത്യേകം നമുക്കൊരു ഇഷ്ടമാണ്. അതെ, സത്യമായ കാര്യം കേട്ടോ. ഞങ്ങൾ ഫൈനലി അങ്ങനെ ഹാർബർ എത്തി. നോക്കിയേ, നല്ല പച്ച കളർ അങ്ങേയറ്റത്ത്. ഇങ്ങേറ്റത്ത് നോക്കിയാൽ കലങ്ങിയ വെള്ളം അല്ലേ? ഇതൊരു കളറല്ലേ? എനിക്ക് ഏകദേശം അങ്ങനെ തോന്നുന്നു. അങ്ങോട്ട് നോക്കിയാൽ എന്ത് രസം നോക്കിയാൽ മലയൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഇറങ്ങാം. ഇതിന്റെ ഉള്ളിൽ വണ്ടി കയറ്റൂലെന്ന് എനിക്ക് തോന്നുന്നത്. ഏതാടാ ഈ വണ്ടി? നമ്മുടെ വണ്ടികള് നമ്മൾക്ക് അവിടെ എവിടെയും ഇടാടാ. നമ്മളോട് അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങ് പോവുക. ഇനി എന്തെങ്കിലും പറയുവാണേൽ മാറ്റിയിട്ടാ പോരെ. ഓരോ ബോട്ടുകൾ ഇവിടെ വല്ല ഹാർബറിൽ വല്ല ഇതാണോടാ? ട്രോളിംഗ് ആണോടാ? ട്രോളിംഗ് അല്ല ഇവനെ, ഇത് വന്നാ ഇന്ന് വൈകിട്ട് പോകുന്ന വണ്ടിയാ ഇത് മൊത്തം. എന്റെടാ എന്തോ ഒരു ബോട്ടുകളാന്ന് നോക്കിയേ. ഞാനേ അല്ലേ ഏറ്റവും വേഗ ഫീലിംഗ് ശരിയാണ്. ഏറ്റവും കൂടുതൽ വെല്ലുമീൻ പിടിക്കുന്ന തമിഴ്നാട്ടുകാരാണ്, കുളച്ചിലുകാരാണ്. ചൂണ്ട എന്ന് പറഞ്ഞ കുളച്ചിലുകാരാണ് ഈ ലോകത്ത് കുളച്ചിലുകാർ കഴിഞ്ഞേ ഉള്ളു കേട്ടോ. വേറെ ആരും ഈ അലിവിനെ ഗുജറാത്തിലൊക്കെ ഏറ്റവും ഡേഞ്ചർ സംഭവമാണ് ഈ പട്ടം പറത്ത്. സ്കൂട്ടി കഴുത്തച്ചിട്ട് കളയും. ഇതിലും ഫസ്റ്റ് ഇറങ്ങാൻ വേണ്ടി വേറൊരുത്തൻ നിൽക്കുന്നു. ഇത് എന്താ ലിവിനെ? ഇത് മൈക്കിള് സുധാ ഡ്രസ് മാറ്റി കൊടുത്തേ. ഞങ്ങൾ കഴിച്ചപ്പം സുധായുടെ ഡ്രസ് മാറ്റി കൊടുത്തേ. സുധ പ്രായമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, വേറെ ആരും ഡ്രസ് മാറ്റി തരൂല്ലേ? സുധയുടെ ഡ്രസ് മാറ്റി കൊടുത്തേ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കന്യാകുമാരി ഹാർബർ ആട്ടെ കാണുന്ന ഹാർബർ, നല്ല ഹാർബർ. ഓ എന്നാ കാറ്റാ. ഫൈനലി വാഹനം ഞങ്ങൾ ഇവിടെ നിർത്തി ഇറങ്ങി. നല്ല ഫ്രഷ് കാറ്റ്. എന്നാണേ കാറ്റ്, എന്താ ഫ്രഷ്നെസ്. കൊച്ചിനിത് ഇറങ്ങാഞ്ഞിട്ട് നോക്കിയേ. കടലിൽ ഇറങ്ങാഞ്ഞിട്ട് എന്നാ കടലിൽ ഇറങ്ങാൻ. നീ വിട്ടേ, അവൻ എന്നെ കാണിക്കാൻ നോക്കാം. അല്ല വിട്ടേ, നീ ബൈക്ക് ഉണ്ട്. അപ്പൊ അവിടെ മാറി വണ്ടി വരുന്നുണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് ഇവിടെ ട്രോളിങ് അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഇത്ര ബോട്ട് ഇങ്ങനെ അടുപ്പിച്ച് കിടക്കത്തില്ല. ഇതാ ഹാർബർ ഗൈസ്, ഇതാട്ടോ ഹാർബർ. ഇത് അവിടെ കണ്ടോ, പള്ളി കണ്ടോ? ആ പള്ളിയിലാണ് നമുക്ക് പോകേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടടി. ഇത് നോക്കിയേ, കുരിശും അതേപോലെ തൊട്ടപ്പുറത്ത് ഒരു ടെമ്പിൾ ഇരിക്കുന്നുണ്ട്. എന്ത് രസം കാണാൻ വേണ്ടി ഗൈസ്. നല്ല പച്ചപ്പ്, 3 നിറം കേട്ടോ കടലിന്. 3 നിറം. ഒന്ന് നീല കളറ്. എനിക്കിത് മനസ്സിലായി കേട്ടോ. പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഇറങ്ങി കേട്ടോ. എനിക്കിത് മനസ്സിലായി ഇതിന്റെ സംഭവം. ഇത് ബോട്ട് പണിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാക്കുന്ന അല്ലടാ. ഇത്രയും ബോട്ട്, എത്ര ബോട്ട്? എനിക്ക് തോന്നുന്നൊരു
ഒരു 300 ബോട്ടിൽ കൂടുതലുണ്ടാവും കേട്ടോ. ഒരു 300 ബോട്ടിൽ. അതിന് മേളിലുണ്ട്. അത് എന്നോ വലുപ്പമുള്ള ബോട്ടുകളാ. 300 ബോട്ടൊന്നും ഒന്നും അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലടാ ലിവിനെ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫിഷ് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. യെസ്, അതെ അതെ. അതിലെ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ആയിരുന്നു. നിന്നല്ലോ. നമ്മൾ നേരെ ഇങ്ങനെ നടക്കട്ടെ. നല്ല രസമാണ്. ആ അങ്ങ് ദൂരെ അല്ലേ, അങ്ങ് ദൂരെ കാറ്റാടി ഇരിക്കുന്ന ലിവിനെ. ഇഷ്ടം പോലെ എനിക്ക്. പക്ഷെ ഇത്ര സ്പീഡിൽ കറങ്ങും ഇത് പറഞ്ഞു പോകൂലേ? ഇല്ല ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. നീ ഒന്ന് വിട്ടേടി, അവൻ എന്നെ കാണിക്കാൻ നോക്കാല്ലേ. വിട്ടേ പിടിക്കാലോ. കണ്ട അവനൊന്നും ചെയ്യത്തൊന്നുമില്ല. അവന്റെ സന്തോഷം നോക്കിയേ. ബാ അവൻ അതുപോലെ നടക്കൂന്നേ. കണ്ട ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്നോളൂ. കണ്ടാ ആ നടപ്പൊക്കെ നോക്കിയേ. എന്നാലും ഒന്ന് സൈഡ് വലിഞ്ഞു പോയിക്കോ. ചെറിയൊരു വലിവുണ്ടേ. ഇല്ല, അവൻ അങ്ങോട്ട് പോകാൻ വേണ്ടി അല്ല മമ്മി, അവൻ നടക്കാൻ വേണ്ടിയാ. നടക്കാൻ വേണ്ടിയാ. എന്തൊരു രസമാണെന്ന് നോക്കിയേ. ഞങ്ങളുടെ പുതിയ സൂ എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങളുടെ പുതിയ സൂ 1400 രൂപയുടെ സൂ. 1400 രൂപയ്ക്ക് പൂമ ഇനി കൊടുക്കാൻ വരൊന്നുമില്ല. നമ്മളെ അഭിരാമി ഞങ്ങളോട് 1000 പ്രാവശ്യം ചോദിച്ചാ, അതായത് 1.5 എടുക്കണോ 2.5 എടുക്കണമെന്ന്. ഞങ്ങൾ 4 മണി 3:30 ഗൈസ്. എന്തായാലും ഇനിയിപ്പം വൈകുന്നേരം നമുക്ക് സണ്ണ് ഇറങ്ങി വന്ന് കാണണ്ടേ? അത് നമ്മളെ ടൈമിൽ കാണിച്ചേ. ചൂട് തോന്നുന്നില്ല, നല്ലൊരു കാറ്റും നല്ലൊരു പ്രകൃതിയുമാണ്. എവിടെ പോവാ? വേറെ ആരെങ്കിലും ഉണ്ടോ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്? ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പം ക്ലീനിൽ പോയി നിൽക്കുന്നതിൽ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോ ആരെങ്കിലും ചോദിച്ചാൽ കാണിച്ചു കൊടുക്കണ്ടേ എന്നാന്ന് അടയാളം? എന്നാന്ന് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒക്കെ വന്നു എന്നുള്ളത്. ലിവിനെ ഏലായി ആൾ ഓടാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞേ, അത് നോക്കിയേ. ഏലായി ആൾ ഓട്ടം തുടങ്ങി. ഏറ്റവും കൂടുതൽ ഈ യാത്ര സന്തോഷമായിരുന്നറിയാം മൈക്കിള്. ഏറ്റവും ഇഷ്ടം. വീണു ആശാൻ വീണു. അവിടെ വീണോ? ആശാൻ ഓടി വീണു. വീടിന്റെ അത് അടച്ച് താമസിക്കാം. നീ ഇനി അവിടെ തിരിച്ചു നടന്നു നോക്കിയാ വരുമോ നോക്കാലോ. വരൂല. മെയിൻ്റെനൻസ് ആട്ടോ. മെയിൻ്റെനൻസ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഇത്രയും ബോട്ടോ? ഇഷ്ടം പോലെ അതിനകത്ത് പൊളിച്ച് പണിയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതാ എന്നോട് ബോട്ട്. എന്തൊരു രസമെന്നറിയോ കാണാൻ വേണ്ടി. നമ്മൾ തുർക്കി പോയപ്പോ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടായിരുന്നു. ശരിയാ കേട്ടോ. തുർക്കി പോയപ്പോ വേറെ രസം. ചെറിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാ എന്തൊക്കെ ചെയ്യാവോ. നോക്കിയേ അതിന്റെ കുറുമ്പ് നോക്കിയേ. ആളെ കാണുമ്പോഴുള്ളൂ വീട്ടിൽ പോയ പൂച്ചേനെ പോലെ. അത് ആ കുറുമ്പ് നോക്കിയാ നിങ്ങള്. എന്തൊക്കെ കാണിക്കാവോ അതൊക്കെ കാണിക്കും കേട്ടോ. കടൽ അത്ര കലിതുള്ളി നിൽക്കുമെന്നല്ലോ കേട്ടോ. അത്യാവശ്യം കാറ്റുണ്ടെന്നേ ഉള്ളൂ. വൈകുന്നേരം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. പക്ഷേ 7 വർഷം മുമ്പ് ഞങ്ങളിവിടെ ഞങ്ങൾക്ക് അത് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. ഞാൻ കയറാൻ പറ്റില്ല. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ കാശില്ലാന്നിട്ട് ഞങ്ങൾ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് അത് കണ്ടു. ആൾക്കാരൊക്കെ കയറുന്ന ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നീട് ഒരിക്കൽ കയറാമെന്ന് പറഞ്ഞു. എന്തായാലും അതിപ്പോഴാണ് സാധിച്ചത്. ഇനി ഒരു യാത്രയൊക്കെ വളരെ പാടായിരിക്കും കേട്ടോ ഞങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ യൂറോപ്പ് യാത്രയും കഴിഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ ഒരു അർബാനിയ മേടിച്ചിട്ട് അമേരിക്കയും പോയി. അതോടെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം വർക്ക്ഷോപ്പ് പരമായ, അതായത് എന്താ പറയുക, നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് കോച്ച് ഉണ്ടാക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി അതിനു വേണ്ടി അധ്വാനിക്കുക എന്നുള്ളതാണ് എൻ്റെ ലിവിൻ്റെയും ഇനിയുള്ള സ്വപ്നം. ഇനി യാത്രയൊക്കെ ഭയങ്കര കുറവായിരിക്കും. എന്താ പറയുക, ഒരു സ്വന്തം ഒരു പ്രസ്ഥാനം തുടങ്ങണം. നമ്മുടെ ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ നിലനിർത്തണം. അത് എന്താ പറയുക, ഇങ്ങനെ ഭൂമിയുള്ള അത്ര കാലം നിലനിർത്തണം. അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. കുറേ സ്വപ്നങ്ങളുണ്ട്, ഒക്കെ പൂർത്തിയാക്കണം. അതിനുവേണ്ടി അധ്വാനിക്കണം. അതായത് നമ്മൾ ബ്ലോഗ്, യൂട്യൂബ് ലൈഫ് എന്ന് പറയുമ്പം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്നില്ല, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഉറങ്ങുന്നോടം വരെ ഉണ്ടാവും ഇതിൻ്റെ പരിപാടികൾ, ടെൻഷൻ, പിന്നെ കണ്ടൻറ് ഉണ്ടാക്കണം, വണ്ടി ഓടിക്കണം, ഇതിനുള്ള ഫണ്ട് കണ്ടെത്തണം, ഇതിനുള്ള എല്ലാ ദിവസവും വീഡിയോ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം അങ്ങനെ വീഡിയോ പാളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇതിലായിരിക്കും ടെൻഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തൊരു ബ്രേക്ക് എടുക്കണം. ആഴ്ചയിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മാസത്തിൽ 1, ആഴ്ചയിൽ 1 അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഗൈസ്, എന്തായാലും നമ്മുടെ എൻ്റെ ഒരു ചെറുക്കൻ ഇവിടെ ഉണ്ട്. നമുക്ക് ചെറുക്കൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ. അതിൽ ഞങ്ങൾ വണ്ടിക്കുള്ളിൽ കയറി. എന്തൊരാശ്വാസം, എന്തൊരു സന്തോഷം, നല്ല തണുപ്പ്. അത് കൊച്ചു വേണമെങ്കിൽ അവർ നടന്നു വരുന്നുണ്ട് കേട്ടോ. അവർ പെതിയെ നടന്നു വരുന്നത്. മൈക്കിൾ പണങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. 1.5 കൊട്ടയുണ്ട് മുഖം. എന്നെ മൂട്ടി ഈ പക്ഷെ പോയിട്ട് വെട്ടണം അല്ലേ. ആ കൊച്ചുവെള്ളത്തിൽ ആളുണ്ട് കേട്ടോ.
അതുകൊണ്ടോടാ എനിക്ക് ഇന്ന് രാത്രി പോകുന്നതാന്ന് തോന്നുന്നു. ഞങ്ങൾ തിരിക്കുവാണേ. ഞങ്ങൾ തിരിച്ചിട്ട് നേരെ മലയും ആകാശവും നല്ല രസമാടി. പിന്നെ എന്ത് രസമാണ് കഴിച്ച്. ഞങ്ങൾ നേരെ ആ പള്ളിയിലേക്ക് പോവാം കേട്ടോ. അതായത് ഇവിടുന്ന് വലിയ ദൂരം ഇല്ല. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് 4 കിലോ. പള്ളിയിൽ അങ്ങോട്ട് 4 കിലോമീറ്റർ ഉണ്ട്. അത്ര ഓടിയാണ് വണ്ടി ഇങ്ങോട്ട് പോട്ടെ വരെ. വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ട് പോവാം. ഗൈസ് 2 ദിവസം നമ്മുടെ ടാറ്റ വെഞ്ചർ പാർക്ക് ചെയ്ത സ്ഥലം കേട്ടോ. 2ാമത്തെ ദിവസം ഇവിടെ ബാത്റൂം ഉണ്ടായിരുന്നു. ഇവിടെ ബാത്റൂമിൽ പോവുക, ഇവിടെ തന്നെ കിടക്കുക. കാരണം പൈസ ഇല്ലല്ലോ ഞങ്ങളുടെ. അങ്ങനെ 2ാം ദിവസം ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഞങ്ങളെ പുറത്താക്കി. ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയിൽ അന്ന് ടോയ്ലറ്റ് സൗകര്യമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ലാസ്റ്റ് നമ്മളോട് പറഞ്ഞു അതാ ടോയ്ലറ്റ് ഉണ്ടോ അത് തന്നെ സംഭവം. ഗൈസ് ഞങ്ങളെ ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തേ. ലാസ്റ്റ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടി. ഇതെന്നാ ലൈറ്റ് ഹൗസ് ചെമ്പരത്തിപ്പൂ ചവിട്ടി പറിച്ചു കളയുക. പിന്നെ എന്നാ പറയുന്നത് ചെമ്പരത്തി. ചെത്തി നിനക്കറിയാവുന്ന ഞാൻ ലിവിൽ ഒന്ന് പരീക്ഷ നോക്കിയതാ. അതായത് അതല്ലടാ ഇത് ലൈറ്റ് ഹൗസ് ആട്ടോ ലിവിനെ. ഇത് ലൈറ്റ് ഹൗസ് ആണോ? എന്റെ ദൈവമേ നോക്കിയേ. റഡാറല്ല, നീ ആകാശം അറയറ പോലെ മേഘം നിൽക്കുന്ന നോക്കിയേ. മഴ പെയ്യും കേട്ടോ, ക്ലൗഡി. ഇന്ന് ചെറിയൊരു ക്ലൗഡി കാലാവസ്ഥയാണ്. നമ്മൾ നേരെ ബോട്ട് കയറാൻ വേണ്ടി പോവാണ്. അതായത് 3 മണിക്കാണ് നമ്മുടെ സമയം. ഇതാടാ പ്രീമിയം റിസോർട്ട്. ഉയ്യോ അപ്പൻ്റെ ഷൂ അപ്പം പാത്ത് വെച്ചേക്കാന്ന് എനിക്കറിയാലോ. ഗൈസ് ഒന്നാന്തരം 12,000 രൂപ എടുത്ത് അപ്പന് ബ്രിക്കൺ സ്റ്റോക്കിന്റെ ചെരുപ്പ് മേടിച്ചു കൊടുത്തു. അപ്പം പറയുന്നത് അപ്പന് മരത്തിന്റെ ചെരുപ്പ് മേടിച്ചു കൊടുത്ത് നമ്മൾ പറ്റിച്ചു. പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ചെരുപ്പൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞ് എന്നിട്ട് പുള്ളി അത് കളയാൻ വേണ്ടി പോവാ. ലാസ്റ്റ് ആരോ പറഞ്ഞു കൊടുത്തുള്ളൂ മനസ്സിലായേ. ഓ എന്നെ അഭിനയിക്കാം പിന്നെ എന്നെ അഭിനയിക്കാൻ നോക്കിയേ. പിന്നെ ഇപ്പം തന്നെ മേടിച്ചേരാട്ടാ. അപ്പം ഇപ്പം തന്നെ ചെരുപ്പ് മേടിച്ചേരാം. ഗൈസ് പുത്തൻ ചെരുപ്പ് ഒഡീസ കമ്പനി ഈ ചതി ഞങ്ങളോട് ചെയ്യരുത്. ഞങ്ങൾ യാത്ര വരാൻ വേണ്ടി മേടിച്ച ചെരുപ്പാട്ടോ. പപ്പയുടെ ചെരുപ്പ് മേടിക്കാണ്ട് മേടിച്ചാൽ നടക്കാൻ പറ്റില്ല കേട്ടോ. 2 ചെരുപ്പ് മേടിക്കുന്നതാണ് ഉത്തമമായ കാര്യം. ഇങ്ങോട്ടാണ് ശരിക്കും നമുക്ക് പോകണ്ടേ. പക്ഷെ നമ്മളത് മാറ്റി നമ്മൾ അപ്പുറത്തോട്ട് പോവാം. എന്നാ കള്ളച്ചിരിയൊക്കെ മുക്കലൊക്കെ തൂത്തളഞ്ഞ കുഞ്ഞിൻ്റെ എന്നാ ഇതാ തൊപ്പി എടുത്ത് വെച്ച് നോക്കുന്നു, തിരിച്ചു വെക്കുന്നു. സ്വന്തം തൊപ്പി വെക്കുന്നു, തിരിച്ചു വെക്കുന്നു. സ്വന്തം തൊപ്പി. നീ ഇതാണ് മേടിക്കുന്നത്. ഒരാൾ മേടിച്ചോട്ടോ തൊപ്പി. സ്വന്തം തൊപ്പി വെക്കുന്നു. ഇതാണ് മേടിച്ചേ. ദൈവമേ ആരേലും പറയണോ? സ്വന്തം തൊപ്പി മേടിച്ചു. ഇതാ ടോമാഞ്ചേരി പോകുന്നു. സ്വന്തം ഇനിയില്ല. ഒരെണ്ണം മേടിച്ചു വന്നു. പോട്ടെ പോരെ ഒരെണ്ണം മേടിച്ചു. അത് മതി. സ്വന്തം എടുത്ത് വെച്ചു. ദൈവമേ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ്. അവരാമി സംഗമത്തിൽ പോയിട്ട് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാ. പാപ്പേ ത്രിവേണി സംഗമം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് 1 മണിക്കൂർ സമയം എടുക്കാം. എടി 3 മണിക്കല്ലേ എത്തണ്ടേ? അഭിരാമി അമ്മ 3 മണിക്കല്ലേ എത്തണ്ടേ? ഫോൺ എടുത്തോണ്ട് ആൾക്കാർ എടി 3 മണിക്കല്ലേ എത്തണ്ടേ അല്ലേ? എങ്ങോട്ടും തന്നെ വലിവ, എല്ലാ സ്ഥലത്തോട്ടും വലിവ. എടി തൊപ്പി താത്തി വെക്കടി. തൊപ്പി മേടിച്ച് താത്തി വെക്ക്. നമുക്കേ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ത്രിവേണി സംഗമം കണ്ടിട്ട് നേരെ തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് നേരെ ബോട്ടിൽ കയറാം. കണ്ടോ ഇവന്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. എടി നീ അങ്ങോട്ട് ഓടിച്ചോണ്ട് പോയിട്ടും കാര്യമില്ല. എല്ലായിടത്തും സംഭവം ഉണ്ട്. അഭിരാമി ചെറിയ പൈസ എന്തിനും മേടിച്ചു കൊടുക്കുക. പാവല്ലേ, ഒരെണ്ണല്ലേ ഉള്ളു. കൊണ്ടാ പാടാ ഒരു 100 രൂപ വല്ലതും മേടിച്ചു കൊടുക്കാം. കൊണ്ടാ അവിടെ ഉണ്ട്. ആ പോകുന്ന വഴിക്കുണ്ട്. നമുക്ക് 3 കടൽ ഒരുമിച്ച് ചേർന്ന് കാണാം. എന്തിയേ വാ നടക്കാം. അപ്പന് അടുത്ത അഭിനയം. ഏതെടുത്താലും 100. ചിലൊന്നും ചൊവ്വുള്ള ഒരെണ്ണം പോലും ഇല്ലല്ലോ. ഇപ്പം തക്കാളി ഇത് പിടിക്കാം. ഇതാ ക്വാളിറ്റി ഇല്ലടാ. പിന്നെ അങ്ങനെ മെയ്യാം. ഇത് പൊട്ടിപ്പോടി. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങളൊരു ഇത് മേടിച്ചു കേട്ടോ, വണ്ടി. ആ വണ്ടി ഇതേ കൈ കിട്ടി. ഇപ്പോഴാണ് ആശാന് സമാധാനമായ. കഴുത്തിൽ തൊപ്പി, കയ്യിൽ വണ്ടി. ഞങ്ങൾ കരിക്ക് മേടിക്കാൻ പോയത് വലിയ മുമ്പിലായിപ്പോ കേട്ടോ. 10 പൈസക്ക് കൊള്ളൂല്ലാത്ത കരിക്കല്ല. അമ്മ ഇതിൽ വെള്ളം എടുക്കാം. കാണാനും കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളാണ് കേട്ടോ. ഫുള്ള് കച്ചവട സ്ഥാപനങ്ങളാണ്. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ.
അത് കച്ചവടം ചെയ്യുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല. ജീവിതത്തിൽ നിങ്ങളൊന്നും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ടാറ്റു അടിച്ചാൽ കേട്ടോ. ടാറ്റു സാധനം ഇങ്ങനത്തെ അടിക്കരുത്, ഇല്ലാത്ത പിന്നെ മുമ്പിന്ന് കൂട്ടിയാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവിടെയൊക്കെ പൈസ കൂടുതലായിരിക്കും. എനിക്ക് എന്നെ തിരക്കാൻ നോക്കി ഇവിടെയൊക്കെ അടിക്കാണ്ട് വിവരമെന്ന് പറഞ്ഞ സാധനമില്ല. ഇവിടെ നിന്നൊക്കെ അടിച്ചു കഴിഞ്ഞാണല്ലോ നിങ്ങൾ കർത്താവിനെ അടിച്ചു കഴിഞ്ഞാൽ മാതാവിനെ പോലെ ഇരിക്കും. കർത്താവിനെ അടിച്ചാൽ മാതാവിനെ പോലെ ഇരിക്കും, മാതാവിനെ അടിച്ചാൽ ഈശ്വരനെ. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയങ്ങൾ. നമ്മൾ ഫൈനലി അടിച്ചാൽ മറ്റേ ജൂദാസിനെ പോലെ. അമ്മ ഇറങ്ങമ്മേ. ഗൈസ്, ഞാൻ എൻ്റെ കൊച്ചിനൊരു ഗത മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാ ആ ഗത മേടിക്കാൻ വേണ്ടി കയറിയത്. എന്നാടാ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ആ സ്ഥലത്ത്. അത് കീറി പോകുമ്പോ വെറുതെ മേടിക്കാന്നുള്ളൂ, വെറുതെ മേടിക്കാന്നുള്ളൂ. സാധനം അത് എല്ലാം കീറി പോകത്തുള്ളൂ. നമ്മളൊക്കെ എന്തോരം മേടിച്ചാ. അതായത് ഇട്ടിട്ട് വരുന്ന സാധനം അലക്കി തൊടിച്ചു വരുന്ന സാധനം. എന്ത് രസമോടെ കാണാൻ വേണ്ടി. ഗൈസ്, നമ്മളിപ്പോഴേ അങ്ങോട്ടാണ് ബോട്ട് കയറി പോകാൻ വേണ്ടി പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അങ്ങോട്ട് തിരിക്കും വാഹനം. പക്ഷെ നമുക്ക് 3 മണിക്കായതുകൊണ്ട് ആ 3 മണിയുടെ കുറച്ച് മുമ്പേ ചെന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ ഈ ത്രിവേണി സംഗമം എവിടെയാണെന്നുള്ളത് ചോദിക്കണം. ആ, ഗത എടുത്ത് കൊടുക്കുക, കൊച്ചിന് ഗത കൊടുക്കുക. ഞാൻ കൈ പിടിക്കാൻ ഒരു അവസരം കൊടുക്കരുത്. നീ തൊപ്പി വെച്ചോ. ഏതാ അല്ല, ഇത് ടൈറ്റ് ചെയ്യടി ഇവിടെ. ആ, ഞെക്ക് ടൈറ്റ്. ആ തുറന്നു കൊടുക്കാനാ പറയുന്നത്. ഗൈസ്, അതായത് നമുക്ക് ബോട്ടിൽ കയറിയിട്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങും. ഇത് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാർ ഇത് കണ്ടായിരിക്കാം. 100% ആൾക്കാർ ഇത് കണ്ടായിരിക്കും. അതെ, ആ ഗ്ലാസ് ബ്രിഡ്ജ് കയറണമെങ്കിൽ എത്രയോ എമൗണ്ട് ഉണ്ട്. ഫ്രീയാ ആണോ? ഫ്രീയാ അല്ല, അവിടെ ചെല്ലുമ്പോൾ അവർ പറയും കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. പലകത്തടിയായിട്ട് ചേട്ടനിരിക്കുന്നത്. ഇത് മറ്റേ ഇത്തേൽ വെട്ടിത്തരുന്നത് എന്താണോ വേണ്ടത് പുള്ളീൻ്റെ അകത്ത് ഇപ്പോൾ റെഡിയാക്കി തരും. ഗൈസ്, ഇതേപോലെയുള്ള ബോട്ടുകളായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഞാൻ കാര്യം ചോദിക്കട്ടെ, അവിടെ ഫെറിയും ഉണ്ട് ബോട്ടും ഉണ്ട്, ഏതിലേക്ക് നമ്മളെ കൊണ്ടുപോവാ? നമ്മളെ ബോട്ടിലായിരിക്കും. ബോട്ടിലായിരിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? അരമണിക്കൂറാണ്. അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ടും ഉണ്ടോ, ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും ഉണ്ടോ, അങ്ങനെ ആയിരിക്കും. ഗൈസ്, ഇതാട്ടോ ത്രിവേണി സംഗമം. ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ പോയാലോ ത്രിവേണി സംഗമത്തിൽ? നമുക്ക് പക്ഷെ നമ്മൾ 5 പേരുണ്ട്. നമുക്ക് ബോട്ടിന് അങ്ങോട്ട് പോയാലോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. വൈകുന്നേരം ഇങ്ങോട്ട് വരാം. എടി, വൈകുന്നേരം ഇങ്ങോട്ട് വരണം എന്തായാലും. ഇവിടെയാണ് സൂര്യൻ ഇറങ്ങുന്നത് കാണണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ വരണം. ഈ സൂര്യൻ അവസാനിക്കുന്ന അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെയല്ലേ? അവിടെ എല്ലാ തട്ടിപ്പ് കേസും ഉണ്ട് കേട്ടോ. തത്തനെ കൊണ്ട് നോക്കുന്ന പരിപാടി. പിന്നെ കൈനോട്ടക്കാർ, എത്ര കൈനോട്ടക്കാരെന്ന് ഒരു കൈനോട്ടക്കാരുടെ രക്ഷപ്പെട്ടേ ഉള്ളൂ. ഞങ്ങളെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രം നമ്മൾ പൈസ കൊടുക്കേ. കാരണം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയതാ. ഞങ്ങൾ കൈയിട്ട് തട്ടിയിട്ട് ഒരു വർഷം ഇവരിങ്ങനെ വന്നു, ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയി. അന്നാണ് ആക്സിഡന്റ് സംഭവിച്ചു. അത് പിന്നെ ഇവർ എന്ത് സംഭവിച്ചാൽ പൈസയും കൊടുത്തിട്ട് 10 രൂപ കൊടുക്കും. 10 രൂപ കൊടുത്തിട്ട് പോവുള്ളൂ. അതെ, അവരെപ്പം ചോദിച്ചാലും ഞങ്ങൾ പൈസ കൊടുക്കും. പിന്നെ ബാക്കി കൈനോട്ടക്കാർ തത്തനോട്ടക്കാരോടൊക്കെ പോയി പണിയാക്കാൻ പറ. ഫോറസ്റ്റുകാർ പിടിച്ചില്ല. തത്തനെ കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോൾ ഉള്ളിപ്പോയെന്ന് ചോദിച്ചാൽ മതി. എലിയുടെ പോകുന്നത് എത്തിപ്പറ്റിക്കാൻ നോക്കിയേ. തത്തയുണ്ട്, തത്തനെ കൊണ്ട് വേണ്ട സാധനം എടുത്തിട്ട് ഇതെങ്ങനെയാ സംഭവം? മറ്റേ പുള്ളിക്കാരൻ അത് കേൾക്കുക. ഇതെന്നാ സംഭവം എന്നറിയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് ആൾക്കാർ ചെല്ലുള്ളൂ. പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞാൽ ആരും ചെല്ലൂല. ഇതിനെ കുറിച്ച് വിസ്തരിച്ച് പറയട്ടെ. അതെ, ഞാനൊരു കേസ് പറയാം. അതായത് ആ പാവത്തിന് തത്തനെ കൊണ്ട് സാധനം എടുപ്പിച്ചിട്ട് അവനോട് എല്ലാം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഈ പാവത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലാസ്റ്റ് ഇത് മരണം വരെ കൊണ്ട് നടക്കുക. കൈയും നോക്കരുത്, ഈ തത്തയുടെ സാധനം നോക്കരുത്, പണി വാളി പോയിട്ടോ. നമുക്ക് നേരെ ഇങ്ങനെ തോന്നുന്നു വിവാഹ പാറയിലേക്ക് പോകണ്ടേ. ഇതാട്ടോ സംഭവം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാം. നല്ല തിരക്കാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടൈമാണ് ബുക്ക് ചെയ്യുന്നവർക്ക്. അല്ലാതെ ടിക്കറ്റ് ഉണ്ട്. ഇത് ഞാൻ തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ബൈക്കും ഇതിലേ പോകേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് സംഭവം. 100 രൂപയുടെ 300 രൂപയുടെ രണ്ടും രണ്ടാട്ടോ. നമ്മളിതാ, അത് 100 രൂപയുടെ. ബാബാ ഇതിന് കയറ്, ഇതിലെ കയറിക്കോ. പപ്പ ഇങ്ങ് വാ. മമ്മി എന്തിയേ? അമ്മേ ഇങ്ങ് വാ. കുട്ടമ്മടല്ലേ? വണ്ടി വിട്ടെ. ഗത എന്തിയാ? ഗതയുണ്ട്. പിണങ്ങി കൊച്ചിനെ പിടി. വെള്ളക്കുപ്പി എന്തിയേ? വെള്ളക്കുപ്പി എൻ്റെ അടുത്തുണ്ട്. ഗത അഭിരാമി എടുത്തുണ്ട്. ഓ, എന്തൊക്കെയാ അല്ലേ. പൈസയുടെ അടിസ്ഥാനത്തിൽ 100 രൂപയുടെ ലൈൻ, 300 രൂപയുടെ ലൈൻ. കാശ് കൊടുത്താൽ സ്പീഡ് കൂടുതൽ, ക്യൂ നിൽക്കണ്ട. അങ്ങ് ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. എന്തൊക്കെ സെറ്റപ്പാന്ന് നോക്കിയേ. ലൈൻ കെട്ടിയിരിക്കുന്നു. എല്ലാം പണമാണ് ഗൈസ്. ലോകത്തിലെ എല്ലാവരും പറയും പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ. പണം ഉണ്ടായാലും എല്ലായിടത്തും കാര്യമുള്ളൂ. പണം ഇല്ല കറിയാപ്പല്ലാണ്. അതെ. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംഭവങ്ങളും ഗൈസ്. ഒരു 2 പേരും ആദ്യം പോയി.
ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് 300, 300, 100 ഓരോന്നിനും ഓരോ സെറ്റപ്പാണ്. കയറ്റി വിടുവാണോടി? കഴിഞ്ഞോ? ആ ഓ അങ്ങനെയാ. ഓക്കെ. ഇത് ഓൺലൈൻ അല്ലാതെ എടുക്കുന്നല്ലേ? ഇത് ഓൺലൈനിൽ കാര്യമൊന്നുമില്ലട്ടാ. ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ സ്പീഡിൽ പോവാം. ഓൺലൈൻ എടുത്താൽ വീണ്ടും ക്യൂ നിൽക്കാം. അയ്യോ, ഇപ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കഴിഞ്ഞു. എത്ര പേരാ? ആ പോട്ടെ. എത്ര പേരാന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്യും. ബാ പോവാം. ബാ. യെസ്, പരിപാടി കഴിഞ്ഞു. തിരക്കാം. ഇതിന്റെ അത് ഹിന്ദിക്കാർ തട്ടിപ്പുണ്ട് കേട്ടോ. എന്റെ ഒരു മാമന്റെ മോൻ ഉള്ളിലോട്ട് പോയിട്ട് ഞാൻ കയറിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആണോ? ഹിന്ദിക്കാരുടെ കാര്യം കോമഡി കേട്ടോ. നമുക്കില്ല കറങ്ങി ഫ്രണ്ടിലേക്ക് കയറണം. ഞാൻ 50 രൂപ കേട്ടോ. ഇത് കറിക്കുന്ന 50 രൂപ അവിടെ അല്ലേ? നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. ഇതേ ഇവിടെ ക്യൂ ആട്ടോ. ഈ ക്യൂവിൽ നിൽക്കാം. അങ്ങ് പോകണം. ഞങ്ങൾ ആദ്യമായിട്ട് പോവാട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോവാ. നിറയെ ചെക്കിങ് ഇരിക്കേ. അന്ത ചെക്കിങ് എല്ലാമേ കഴിഞ്ഞിട്ട് മട്ടും തന്നെ നമുക്ക് ഇന്ത ഉള്ളാടി ഉള്ളാടി വന്നു കഴിഞ്ഞാൽ 3:30 ടിക്കറ്റ് എടുത്താലും 4 മണിക്ക് എടുത്താലും നമുക്ക് ഉള്ളിൽ തിരക്കില്ലല്ലോ അങ്ങ് കയറി. 100 ടിക്കറ്റ് എടുത്ത് കയറല് ഭയങ്കര പാടാ. ഭയങ്കരം കേട്ടോ ഗൈസ്. പണമുണ്ടോ എല്ലാമേ സ്പീഡേ കിടക്കും. പണമില്ലേ എല്ലാമേ ഊമ്പൽ. അത്യാവശ്യം നല്ല ക്യൂ ആട്ടോ. എന്തോരം ആൾക്കാരാ സെക്കൻഡുകൾ. ആ എന്നാ തിരക്കാന്ന് നോക്കിയാൽ എൻ്റെ അകത്ത്. ഇത് 100-ൻ്റെ, ഇത് ഓൺലൈൻ 300, ഇത് നോർമൽ 300. ഇതെങ്ങനെ ശരിയാവുക? ഇതെങ്ങനെയാണോ? ഓൺലൈനിൽ ഒരു സെറ്റപ്പ്, ഓഫ്ലൈനിൽ വേറെ സെറ്റപ്പ്. ഇവിടെ ഉള്ളവരെല്ലാം ഒറ്റക്കെട്ടായിട്ടോ. ലിവിന വാ, ഇവിടെ ഉള്ളവരെല്ലാം ലാസ്റ്റ് ഒറ്റക്കെട്ടായി. ഈ ലൈൻ ഇവിടെ വരുമ്പോൾ പൈസ ആയിരുന്നല്ലോ. അവരെ വേറെ കേട്ടോ. അവരെ ഇങ്ങോട്ട് 100-ൻ്റെ ടിക്കറ്റിന് ആ വണ്ടിയാ. അല്ലെങ്കിൽ എന്നെ അതിൻ്റെ സെറ്റപ്പ് നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എന്തായാലും ഒന്നും മനസ്സിലായി, അതിൻ്റെ അത് കയറാൻ പറ്റിയെന്നുള്ളത്. ഓഫ്, ആ ചർച്ച് നോക്കിയാ മോനെ, എൻ്റെ പൊന്നെ എന്ത് രസം നോക്കി കാണാൻ വേണ്ടി. കീട്ടിലും ചർച്ച് നോക്കണ. എന്ത് രസം നോക്കിയാൽ വൈകിട്ടായിട്ട് ആ സൂര്യൻ്റെ ഇതും കൂടെ വരണം. ഒരു ഭയങ്കര സെറ്റപ്പ് ആയി പോയിട്ട്. ഞാൻ ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചില്ല. കൊള്ളാം. എന്തായാലും നമ്മൾ നേരെ വിമാനത്താവളത്തിലേക്ക് പോവുകയാണ്. അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 10-15 മിനിറ്റത്തെ യാത്ര ഉണ്ടാവില്ല. എല്ലാവരും ഒരു ബോട്ടിൽ തന്നെ മോനെ കയറ്റി വിടുന്നത്. 10 മിനിറ്റ്. ഈ 300-ൻ്റെ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞ് 100-ൻ്റെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു കേട്ടോ. എന്നാലേ ഒരേ സ്ഥലം ഒരേ മനുഷ്യന്മാര്. അതെ, ഒരു ട്രിപ്പ് ആൾക്കാർ കയറി പോകണം. അടുത്ത ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അടുത്ത വെസലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ലൈനിൽ. കിട്ടിലും 2 ഫ്രെയിം നോക്കിക്കേ. അപ്പോൾ ഇത് എവിടെ നിന്നാകണോ? എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ മറന്നുപോയതായിരിക്കാം. നമ്മളിവിടെ വന്നിട്ടുള്ള ഇത് അവിടെ വേറെ ഒന്ന് നോക്കിക്കടാ. നമ്മൾ ആദ്യം പോയ പള്ളി ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊച്ചുവെള്ളം നോക്കടാ. ചൂണ്ടവെള്ളം നോക്കി എന്താ പറയാന്ന്. ഇഷ്ടം പോലെ ചൂണ്ടവെള്ളം ഉണ്ട് കേട്ടോ. നമ്മുടെ ബോട്ട് വന്നു കേട്ടോ. ഇത് ബോട്ടാണോ വെസലാണോ? ഫെറിയാണോ? ഓ, മെയിൻ്റനൻസ് ചെയ്യാമായിരുന്നു. ഇത്രയും പൈസ മേടിക്കുന്നതല്ലേ, ഫുൾ തുരുമ്പാ. അടിക്കേണ്ടി വരും. ഇത് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ല. അത്രയധികം ആൾക്കാരെ കയറ്റിക്കൊണ്ട് വന്നല്ലോ. തിരക്കാന്ന് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ. തമിഴ്നാട് ഗവൺമെന്റ് ഇവിടെ നല്ലൊരു വരുമാനം ഉണ്ട് കേട്ടോ. അല്ലേടാ ദീപിനെ? ഇന്ത്യയുടെ 4 ഭാഗത്തും, അതായത് കാശ്മീരൊക്കെ ആൾക്കാർ പോകുന്ന പോലെയാണ്. ഇത് പറയപ്പെടുന്നത് കേരളമായിരുന്നു. അങ്ങോട്ട് കൊണ്ട് മാറി എടുത്തത് വേണ്ട, ആവശ്യമില്ലാത്ത തലയുണ്ടല്ലോ. ഗൈസ് നോക്കൂ, അതായത് ഗൈസ് നോക്കൂ, അതായതേ നമ്മൾ ഈ കന്യാകുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ കാണാൻ വരുന്ന അത്ര. നമ്മളെല്ലാം ലൈനായിട്ട് കയറ്റുക കേട്ടോ. അവരിറക്കി കഴിഞ്ഞാൽ നമുക്ക് കയറാം. ഗൈസ് 300-ന് ഫ്രണ്ട്, 100-ന് ബാക്ക്, എല്ലാ പരിപാടിയും കൊള്ളാം. എടാ സൈഡ് പിടിച്ചോട്ടെ. ഏതായാലും കിട്ടിയാ? നിങ്ങളിവിടെ കയറിക്കോ. ഇങ്ങ് വാ. എടി പെട്ടെന്ന് കയറിയാലേ കിട്ടുള്ളൂ. വേഗം പേറിക്കോ. ദൈവമേ, കുറേ നാളോടി ബസ്സിൽ സീറ്റിലൊക്കെ അടി പിടിക്കുന്നവരെ അടി പിടിച്ച് സീറ്റ് മേടിച്ചു. KSRTC നമ്മൾ തുവാല ഇട്ടിട്ട് സീറ്റ് പിടിക്കല്ലേ, അതേ ഫീലിംഗ്. എടി 300-ന് ഫ്രണ്ട്, 100-ന് ബാക്ക്. അവിടെ ഇരുന്നോ. എവിടെയാണ് ഇരുന്ന് പോയാൽ പോരെ, സീറ്റ് കിട്ടിയാൽ മതി. ഇനിയും ഫ്രണ്ട് കിട്ടത്തില്ല കേട്ടോ. എത്ര പേര് എന്നാ. ഇത് മുറിയുന്നുണ്ട് കേട്ടോ. ശരിയാട്ടോ, ഇവിടെ തട്ടി മുറിയുന്നുണ്ട്. ഞാൻ ടീറ്റി എടുത്ത കേട്ടോ. എല്ലാവരും സൂക്ഷിക്കണേ. ഇത് കണ്ടോ? ഞാനും എടുത്താ, അപ്പൊ നമുക്ക് വലിയ കുഴപ്പം വരില്ല.
ശരിക്കും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇടിയിക്കണമെന്നാണ്. പക്ഷെ ലൈഫ് ജാക്കറ്റ് പോയിട്ട് ഇവിടെ ആൾക്കാരെ ഈ ധാക്കയിലൊക്കെ ഒരു ഇതേപോലത്തെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അതേപോലെ ഭയങ്കര കൺജസ്റ്റഡ് ആയി പെട്ടെന്ന് ഫുള്ളായി. ഇതിനകത്ത് ലൈഫ് ജാക്കറ്റ് അവൻ ആരും 5 മിനിറ്റ് സർവീസ് നടന്നുകൊണ്ടിരിക്കുക. ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊണ്ടുപോയത് സമയം പോവില്ലേ. പിന്നെ ഇവരുടെ ബോട്ടിന് ഇവർക്ക് ഉറപ്പുണ്ട് അപകടം ഉണ്ടാവൂലെന്ന്. അതുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് ഇടിപ്പിക്കുക. എന്തായാലും നമ്മുടെ ബോട്ട് എടുത്തു കേട്ടോ. മേലിലാ സ്ലാങ് ഇരിക്കുന്നത്. മൈക്കിൾ എന്തിയേ? മമ്മി ഇവിടെ ഉണ്ടോ? മമ്മി കണ്ടോ? ഗൈസ് നമ്മൾ നേരെ പോവാ കേട്ടോ. അപ്രോക്സിമേറ്റ് ഇതാണ് നമ്മുടെ ആ ഒരു പിന്നെ നമ്മൾ കയറിയ സ്ഥലം. ഇവിടുന്ന് അത്രയും പോകേണ്ട ദൂരം ഉള്ളൂ, വലിയ ദൂരം ഇല്ല കേട്ടോ. അതായത് ഇവിടുന്ന് വലിയ ദൂരം ഇല്ല. കോസ്റ്റ് ഗാർഡ് ആയിരിക്കും. കോസ്റ്റ് ഗാർഡ് വരുന്നുണ്ട് ഇവന്. അതല്ലടാ കോസ്റ്റ് ഗാർഡിന്റെ. ഗൈസ് 2 ബോട്ട് സർവീസ് ഉള്ളൂ. ആ കിടക്കുന്നൊക്കെ കോസ്റ്റ് ഗാർഡിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ. അതേപോലെ തന്നെ ഇപ്പുറമുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഗൈസ് സംഭവം കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. നേരെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ പണ്ട് ആഗ്രഹിച്ചാണ് 2019 കയറണമെന്ന്. അന്ന് സത്യം പറഞ്ഞത് നടന്നില്ല. ഇപ്പോഴത് നടന്നല്ലോ. അതെ, കുറെ ആൾക്കാർ ഇതേപോലെ വന്ന് നിൽപ്പുണ്ട്. അവർക്ക് സീറ്റ് ഉണ്ടെങ്കിലും സൈഡ് സീറ്റ് കിട്ടാത്തവരെല്ലാവരും ഏറ്റു നിൽക്കുന്നത് കൂടി. ഗൈസ് എന്തോ വ്യൂ എന്ന് നോക്കിയേ. ഇത് നമ്മൾ വന്ന ഭാഗം, ഇത് നമ്മൾ പോകുന്ന ഭാഗം. അടി എത്ര മണിക്കടി? 6:30 സൺസെറ്റ്. 6:30ക്കും 7 മണിയുടെ ഇടയിലാണ് ഞാൻ നോക്കിയിട്ട് അല്ലേ. 6:50 7 മണിയുടെ ഇടയ്ക്കാണ് സൺസെറ്റ്. ഗൈസ് ഏകദേശം ആ ഒരു സമയത്തോടെ നമുക്ക് സൺസെറ്റ് കിട്ടും. എന്ത് രസം നോക്കിയേ. എടാ ഇത് ഇത്ര വെയിറ്റ് ഉള്ളതുകൊണ്ട് അനങ്ങുന്നില്ലല്ലോ. നമ്മൾ സമയത്ത് മീൻ ബോട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കുലുങ്ങി ഛർദ്ദിച്ച് തിരിച്ചു വരേണ്ടി വരും. സത്യം. ഗൈസ് ഫൈനലി ബോട്ട് കാലിയായിട്ടോ. നമുക്ക് നേരെ ഇതിലെ പുറത്തിറങ്ങാം. അതാണ് ഏറ്റവും നല്ലത്. സമാധാനത്തോടു കൂടി. ഇനി ഓരോ സ്ഥലത്തിന് ഓരോ ടിക്കറ്റ് ഉണ്ടോടാ. വന്ന വെസൽ ഇതാണ്. നമ്മൾ വന്ന സ്ഥലം ഇതാണ് ഗൈസ്. ഇനിയിപ്പോ ഇതെല്ലാം സുത്തിപ്പാക്കണമെങ്കിൽ 30 രൂപ ടിക്കറ്റും കൂടി. നിന്റെ മോൻ പൊട്ടിച്ചു എന്നാ JCB. അവരാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ചെറുക്കൻ ഒന്നിനും സമ്മതിക്കില്ല. ചെറുക്കനെ പോയി പിടിച്ചപ്പാ. പിടിക്കപ്പോ പോയിട്ട് പിടിക്കവനെ. എല്ലാവർക്കും ടിക്കറ്റ് എടുത്താലേ ഇത് സുത്തിപ്പാക്കാൻ പറ്റുള്ളൂ കേട്ടോ. JCBയുടെ ബക്കറ്റ് പോയി. അതാണ് അവന്റെ ഇപ്പൊ ദേശീയ അതാണ് വിഷയം. ബക്കറ്റിന്റെ ദേശീയ വിഷയം. അതല്ല ഇവനെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കടാ. രാവിലത്തെ സൺസെറ്റ് അല്ല സൺറൈസ് എന്നു പറയുന്നത്. സൂര്യൻ ഇറങ്ങുന്ന പരിപാടി. ഇറങ്ങുന്ന സാധനം കേറുന്ന സാധനം. ഇവിടെ ഉണ്ട് കേട്ടോ. 100-ന്റെ 300-ന്റെ ക്യൂ ഉണ്ട് കേട്ടോ. അല്ല ഇനി അങ്ങോട്ട് വന്നിട്ട് ഇതൊന്നും ഇല്ല. എല്ലാരും കൂടി ഒരുമിച്ച് പോകും. ആണോ? അവന്റെ ഇതാണോ ടിക്കറ്റ്? 150 രൂപ. 150 രൂപ. ഈ 150 രൂപ നമുക്ക് എവിടെയും കയറാം. ഇത് ഇവന് അടി ഉണ്ടാക്കുന്നതല്ല. സന്ദർഭം എന്താന്ന് ചോദിച്ചാൽ ഇവൻ നിലത്തിറങ്ങി കളിക്കാലോ താഴെ ഇട്ടിട്ട്. അങ്ങനെ ചെയ്യുന്നത്. ചെരുപ്പ് ഇവിടെ ഊരി ഇടണം കേട്ടോ. അവന്റെ ചെരുപ്പം കൂടെ ഊരേ. ഗത കൊണ്ടുവന്ന കുഴപ്പമുണ്ടോ? ചെരുപ്പ് ഊരേ. ഗത കൊണ്ടുവന്ന കുഴപ്പമുണ്ടോ? നമുക്കിനി നേരെ കയറണം കേട്ടോ മേലിലേക്ക്. ചെരുപ്പിടാൻ പാടില്ല കേട്ടോ പോകുന്ന വശത്തോട്ട്. അപ്പൊ നമ്മൾ ഇവിടം വരെ വന്നിട്ട് 30 രൂപ എടുത്തില്ല. ഇവിടെ കയറ്റി വിടത്തില്ലല്ലേ? ഇല്ല. ഓ അങ്ങനെയല്ലേ? 1500 നമുക്കൊരു പ്രൈസ് ആയി. വേറെ കേസുണ്ട്. ഇപ്പൊ വെള്ളമൊക്കെ നനയെന്ന് പറഞ്ഞ പൈസ ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ വന്നാൽ പെട്ടുപോകില്ലേ. വന്നിട്ട് വെറുതെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. കൊച്ചു കൂരി ഞങ്ങൾ നടന്ന് മേളിലെത്തിട്ട് എന്ത് ജനമെന്ന് നോക്കിയേ. അത്യാവശ്യം നല്ല രീതിയിൽ. ഓക്കെ ഫൈനലി ഞങ്ങളെല്ലാവരും ഒറ്റ ഫ്രെയിമിലായിരുന്നു നടന്നെത്തി. ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജ്, അവിടുന്ന് തൊട്ടപ്പുറത്തോട്ട്. ഫൈനലി ഞങ്ങൾ ഇതിൻ്റെ മേളിലെത്തി. നമ്മൾ അതിലേ കയറി ഇതിലേ വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകണം. അതിൻ്റെ മേളിൽ കയറാം. അപ്പോൾ ഇതിൻ്റെ മേളിലെല്ലാം കയറാൻ 30 രൂപ മതി. 30 രൂപ വലിയ കൂടുതലൊന്നും അല്ല. പക്ഷേ നമ്മൾ വിദേശ തുർക്കിയിലെങ്ങാനാണല്ലോ നമ്മൾ ഒരു 10,000 രൂപ, ക്യാമറയ്ക്ക് ഒരു 3,000 രൂപ, 13,000 രൂപ ഒരാൾക്ക് വേണ്ട. സത്യം കേട്ടോ. ഇത് നോക്കിയാൽ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിയേ. പല കളറിലുള്ള വെള്ളം. നല്ല രസം. ഇത് രസം നോക്കിയാൽ കാണാൻ വേണ്ടി. പിന്നെ ലോകത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ മാത്രം ഇങ്ങനെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ആയിരിക്കാം. അതെ ഉറപ്പാണ്. ഏകദേശം ആ കടലിന്റെ ഉള്ളില്. എന്നിട്ട് ലജ്ജമോ ഒന്നല്ലോ. അയ്യോ വീഡിയോ ഒന്ന് എടുക്കട്ടെ. ഇന്ന് കൊച്ചിനെ പിടിച്ചാടി. നമുക്ക് വയ്യാത്തോണ്ട് പപ്പടെ എത്തുന്നത്. പപ്പ കൊച്ചിനെ പിടിക്കുവപ്പേ. എനിക്ക് വീഡിയോ എടുക്കണ്ട. വേണ്ട, പപ്പ വീഡിയോ എടുത്ത് ജീവിക്കുമല്ലോ. ഞാൻ അവിടെ കടയിൽ ചോദിച്ചു. ചേട്ടൻ പറഞ്ഞ ആ സ്റ്റാച്ചുവിന്റെ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ വെള്ളമൊക്കെ കിട്ടും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടക്കും കേട്ടോ. ഈ കഥ കാരണം എത്ര പേരെ എന്നെ കളിയാക്കുന്നതെന്ന് അറിയോ? എന്നാ പറയുന്നത്? ഇത്രയും വലിയവരുടെ അടുത്ത് എങ്ങനെ കഥ നമ്മൾ കൊച്ചിൻ്റെ പറഞ്ഞ് നമുക്ക് നേരെ അങ്ങ് നടന്നേക്കാവേ. അവിടെ നിന്ന് അങ്ങ് നടന്നിട്ട് നേരെ വിട്ടു. അവിടെ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ടച്ച് റോക്ക് എന്നുള്ളത്. പക്ഷെ അവിടെ തന്നെ ചവിട്ടത്തുള്ളൂ. പിന്നെ എന്ത് ചെയ്യാനാ ഗൈസ്. ഫൈനലി ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ്. കയറിക്കോ, ക്ലാസ്സിലേക്ക് കയറിക്കോ. അയ്യേ ഒന്നും ഫീലിംഗ് ഇല്ല. ഒരു ഫീലിംഗും ഇല്ല. ഇല്ലാത്ത നേരത്തെ സാധനം തിരിച്ചടിക്കുന്നതാ. ഈ സാധനത്തിന് റിഫ്രഷൻ കാരണം വലിയ ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ.
എനിക്ക് വല്ല ഫീലിംഗ് തോന്നുന്നില്ല, അങ്ങനെ പേടിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ. ആഹാ, താഴെ റോക്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നോക്കിയേ, ഇവിടെ എല്ലാം നിറച്ച് പോലീസിന് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വരെ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളു കേട്ടോ. പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുക. ആ എൻ്റെ റെഡുമായിട്ട് ചവിട്ടാൻ പറ്റുന്നില്ല, ഭയങ്കര പെയിന്. എൻ്റെ കാലിന് ഭയങ്കര വേദന. സംഭവം അറിയാമോ, പെട്ടെന്ന് ചെരുപ്പിട്ടിട്ട് ചെരുപ്പില്ലാതെ ഡു നോട്ട് സ്ലിപ്പ് ഓൺ ദി ഗ്ലാസ്. തെന്നി പോകുന്നാണ് പറയുന്നത്. നമുക്ക് നേരെ ഗൈസ് ഫൈനലി എൻ്റെ മാറി നടക്കട്ടെ. കാലിൻ്റെ ഏട്ടപാട് തീരുന്നു ആ കറുത്ത സാധനത്ത് ചവിട്ടിയിട്ട്, അല്ല ചുമന്ന സാധനത്ത് ചവിട്ടിയിട്ട്. ഫൈനലി നമ്മളങ്ങനെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടോ. വാവ്, അതിൻ്റെ മേളിൽ കയറണം. ഫൈനലി നമ്മൾ ഇതിൻ്റെ മേലിലെത്തിയിട്ടോ. ഒരു അതിമനോഹര കാഴ്ച എൻ്റെ മേളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എക്സിറ്റും എൻട്രിയും. 200 രൂപ ഫോട്ടോ എടുക്കാനോ, ഇൻസ്റ്റൻറ്റ് ഫോട്ടോ. ആ ഇൻസ്റ്റൻറ്റ് ഫോട്ടോയ്ക്കാണോ ഈ പൈസ? എന്ത് ജനോ, അവരെന്തേ വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. ഫൈനലി ഞങ്ങളങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ ഉള്ളത് ഞങ്ങൾ ഓടിച്ചു, ഞങ്ങൾ ആധിപത്യം നേടിയെടുത്തു. നോക്കിയാൽ സ്റ്റാച്ചു നോക്കിയേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മേള് കാണത്തില്ല കേട്ടോ, താഴെ കാണത്തുള്ളൂ, ഇവിടെ നിന്ന് കാണത്തില്ല, അങ്ങ് അവിടുന്ന് കാണത്തുള്ളൂ. മൈക്കിളെ എവിടെയാ? മൈക്കിള് സങ്കടം, കളിക്കാൻ പറ്റില്ലല്ലോ, കളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടപ്പോൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സംഭവം കാണുമെന്നുള്ളത്. കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? എന്നാൽ എൻ്റെ വാച്ചിങ് കാണാൻ നോക്കൂ. ഫൈനലി അങ്ങനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനി സൺസെറ്റും കൂടെ കാണണം. അവിടെ ഇരുന്നാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതായത് ഇത് കണ്ടോ, ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു സ്ഥലത്തു നിന്ന് കാണാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. കൊള്ളാം കേട്ടോ, നമുക്ക് കുറച്ച് താമസിച്ച് പോകാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടോ, മൈക്കിളിന് കളിക്കണമെന്ന് കുറേ നേരം കാറിന്. അയ്യോ അയ്യോ, നമ്മളെ കയറ്റാതെ പോവുക പോട്ട്. ഫൈനലി ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ തിരിച്ചു കേട്ടോ. പപ്പയും മൈക്കിളും ഫ്രണ്ടിൽ പോകുന്നു, ബാക്കി ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇറങ്ങിയേക്കാം, ഭയങ്കര തിരക്കാണ് കേട്ടോ. സൺസെറ്റ് കാണണം, എപ്പോഴെങ്കിലും നമ്മൾ ഇറങ്ങണം. നമ്മുടെ ഷൂ ഒക്കെ നോക്കണ്ടേ, ഷൂ ഒക്കെ അവിടെ ഊരിയിട്ടാക്കും കേട്ടോ. ദൂരെ കിലോമീറ്റർ ക്യൂ ആണെന്നറിയോ, ഇതിങ്ങനെ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, അങ്ങനെ കിടക്കും കേട്ടോ. ഇതുണ്ടോ ദൂരെ ക്യൂ. സ്പെഷ്യൽ ടിക്കറ്റിന് ആവശ്യമില്ല, എല്ലാവരും കുറേ ടിക്കറ്റ് കൊടുക്കണം. സ്പെഷ്യൽ ടിക്കറ്റ് നഷ്ടമാണ്. എന്തിനാ? എന്ത് കാര്യമുള്ള ക്യൂ പറഞ്ഞു കിട്ടും ആദ്യം കയറുന്നത്, അല്ല വേറെ വലിയ പൈസ ഉള്ളവർ പൈസ ഇല്ലാത്ത ഒരേ ക്യൂ തന്നെ നിൽക്കും. ഫൈനലി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ബോട്ടിൽ കയറിട്ടോ. എന്നെ അടിയാടാ, അങ്ങോട്ട് മാത്രമല്ല, ഈ സീറ്റ് KSRTC പോലെ പിടിക്കാൻ ഞാൻ വിട്ടുകൊടുത്തില്ല. അങ്ങോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, ലൈനും ഇതൊക്കെ. ഇങ്ങോട്ട് ഏത് സീറ്റ് വേണം കിട്ടും. തിരിച്ചു പോകാട്ടോ ഗൈസ്. ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അടുത്ത ആൾക്കാർ കയറാൻ ശ്രമിക്കുന്നു. ഇനി ഞങ്ങളെ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാം. സൺസെറ്റ് അല്ലേടി ഇത്? തല ഇറങ്ങിയിരിക്കും കേട്ടോ. എൻ്റെ അമ്മ, ഇത് എന്താ ഇത്? ഇവിടുന്ന് വേറെ എവിടെ വീഡിയോ എടുക്കാൻ പറ്റൂലേ? ഏറ്റവും നല്ല കോപ്പറേറ്റ് കിട്ടൂല. ബാക്കി എല്ലായിടത്തും പാട്ട് വെച്ചേക്കുവാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങള് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് കേട്ടോ. ഇവരിവിടെ മാങ്ങ തിന്നുവാണ്. വേറെ ഇവിടെ എവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലമില്ല. ആ സൈഡിൽ മൊത്തം പാട്ട് വെച്ചേക്കുവാ, ആ പാട്ട് നമുക്ക് ഓഫ് ആക്കാൻ പറ്റില്ല. ഇതിന് കോപ്പറേറ്റ് ഇല്ലല്ലോ. ഈ സാധനം നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ഈ പുള്ളിയുടെ കൂടെ തന്നെ പിടിച്ചാൽ, ഈ പുള്ളിയുടെ തന്നെ കൂടുതൽ പിടിക്കാം. എല്ലാ പേരും സൺസെറ്റ് മാറുന്ന കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഫൈനലി ഞങ്ങൾ ഇതിന്റെ ഇപ്രാവശ്യം എത്തിട്ട് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം കുറച്ച് രാജസ്ഥാനികളൊക്കെ ഉണ്ട്. അപ്പാപ്പന്മാരാട്ടോ, മധ്യപ്രദേശിലുള്ളവരാട്ടോ. നോക്കിക്കേ എന്തോരം ആൾക്കാരെ കുളിക്കാൻ ഇറങ്ങിയാക്കുന്നതെന്ന്. ഭയങ്കര അപകടം. ഗാർഡുണ്ടോ? ഗാർഡിനൊന്നും കാണുന്നില്ല കേട്ടോ. പോയാൽ പോയി. വല ഇട്ടുണ്ട്, ഇറങ്ങാൻ പാടില്ലാത്ത ഏരിയ ഒക്കെ ആട്ടോ. അങ്ങോട്ട് പോരെന്നുള്ള പല സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ സൂര്യൻ ഇറങ്ങുന്ന കാത്താണ് ഗൈസ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. ഇരുട്ടായി, പിന്നെ നല്ല ഗോൾഡൻ കളർ ആയിരിക്കും. ചങ്ങനാശ്ശേരിന്ന് കണ്ട ആ സൂര്യന്റെ അത്രയും വല്ല രസമുണ്ടോ? ഇത് പറയാൻ പറ്റും. ഇത് കൊച്ചിന്റെ ഇതാണോ? കേരള. നമ്മൾ എവിടെയാന്നാ പുള്ളിക്കാരൻ ചോദിച്ചത്. അയ്യോ എന്തോരം വെള്ളം അടിച്ചിറങ്ങുന്നത്. 30,000 രൂപയുടെ ബസ് ടൂറ് അതെടുത്തിട്ട് ഇവർ വരുന്നുണ്ട് മധ്യപ്രദേശിൽ നിന്ന്. 45 ദിവസത്തെ ടൂറാണ്. 30,000 രൂപ. 30,000 രൂപ. റൂം എല്ലാം സംഭവം അതിൻ്റെ അകത്ത് ഒതുങ്ങി പോകും. बस स्लीपिंग किधर है?
बस में सोने के लिए किधर है? बस में। बस में धर्मशाला लेनी हर जगह उनने ही है, अपनी नहीं। नहीं है हाँ, अपना सोनो है, सोना बिस्तर भी उनका ही है, उनके पूरा खाना पीरा पूरा सब। सब 30,000 45 ദിവസം ഒരാൾക്ക് कितना आदमी है टोटल? हमें 70 आदमी। 40 ആദ്മി? പേര് 40 പേര് 70. हाँ, 40 ആൾക്കാർ. എൻ്റെ അമ്മ, ഒരു ബസ്സിൽ 40 ആൾക്കാർ 45 ദിവസം. सात ए भैया ये पूरा फ्रेंड्स है. एक एक ही गाड़ी में आ नहीं, एक घर क्या है, एक विलेज का आदमी है. नहीं, जैसा सभी के किराया एक ही बराबर है सभी। वो जिले का देखिए, एक ही जिले का ഒരു ജില്ലയിലെ എല്ലാവരും കയറാം गाँव सेम गाँव है. गांव तो जैसा 5-10 गांव है। ഇവിടെ 10-15 ഗ്രാമം പക്ഷെ ഒരു മറ്റേ ഇത് അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയില്ലേ അതേപോലത്തെ ഒരു ജില്ലേൻ്റെ അകത്ത് ആൾക്കാരാണ് മൊത്തം. യെസ്. അപ്പം നമ്മൾ 30,000 രൂപ എടുത്താട്ടോ ഒരു ഇത് വന്ന് കാണുന്നത്. കൊള്ളാലോ പരിപാടി. ഏകദേശം താഴാൻ വേണ്ടി പോവുക കേട്ടോ. ഇങ്ങനെ താന്ന് വീഴും. അപ്പോൾ അടുത്ത രാജ്യത്ത് സൂര്യൻ ഉദിക്കും. അങ്ങനെ കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ വിദേശ രാജ്യത്തൊക്കെ പോകുന്ന നേരത്ത് കണ്ടത്. ഫൈനലി അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും ലിവനും ഇവിടുത്തെ സൺസെറ്റ് കാണണം. ഇവിടുത്തെ അഭിരാമി താഴാൻ പോവാട്ടോ. പോട്ടാ ഈ കാണുന്ന ആൾക്കാർ മൊത്തം ഈ ഒറ്റ കാഴ്ചയ്ക്ക് വേണ്ടിയാ. ചോദിച്ചാല് ഈ സൂര്യൻ ഒന്ന് താത്തണം എന്നിട്ട് വേണം എല്ലാവർക്കും പോകാൻ. ഗൈസ്, ഈ നോർത്ത് ഇന്ത്യൻസിനൊന്നും അവിടെ അങ്ങനെ കടലൊന്നും ഇല്ല അങ്ങ് മേലോട്ട്. അപ്പം അവരുടെയൊക്കെ ഒരു വലിയ അത്ഭുതമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. മൈക്കിളിനാണെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് താഴോട്ട് കളയണം. കുറച്ച് സാധനം ഇപ്പം മേടിച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്ന് താഴെ കളയണം. വീഡിയോ തുടങ്ങിയപ്പോ പറഞ്ഞതൊന്നും മേടിക്കണ്ടെന്നാ നീ മേടിക്കൊന്നും ബാക്കിയില്ല. അതെ, ഇത് താഴാൻ പോകുന്നു. ഇപ്പം താഴും, ഇതേ താന്നു. 5 മിനിറ്റ് എടുക്കുവേ 5 മിനിറ്റ് എടുക്കും. ആ താന്നു. ഇപ്പം താഴോട്ടോ, കടലിൽ ഈ താഴോട്ടാ. സമയത്താണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുമെന്ന് പറയുന്നത് ആ, അല്ലേ? വല വലിക്കാൻ ആൾക്കാർ പോയിട്ടുണ്ട്. കടൽ ചതിച്ചു ഗൈസ്. ഇതെടുത്തത് അയ്യോ നേരം വരെ ഏറ്റോ ഞാനുണ്ടല്ലോ. ആ എനിക്കാ ഇത്രയും നേരം വരെ ഞാൻ നനയാതെ പിടിച്ചിരിക്കുന്നത്. ഫുള്ള് നനഞ്ഞു. ഇനി തോർത്താൻ വെക്കണം. ഹായ് ഗൈസ്, വമ്പ സ്ട്രോങ് സാധനം ഉണ്ടോ? അയ്യേ, എൻ്റെ ദേഹം മൊത്തം ചെളിയായി. ഇവരെല്ലാവരും സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കും കേട്ടോ. എവനെ ഈ മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരില്ലേ, സൂര്യൻ അതുപോലെ വെള്ളം അതേപോലെ തന്നെ ഭൂമി, ഇത് 3 പേര് ഇവർ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. ഓ, സൂര്യനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കാണുന്നതെല്ലാം. യെസ് ഗൈസ്, ഫൈനലി അങ്ങനെ സൂര്യൻ താന്നു കേട്ടോ. ഇതിവിടെ താഴുമ്പോൾ അടുത്ത രാജ്യത്ത് അങ്ങനെ നേരം വെളുക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു അതെ ഗൈസ്, അങ്ങനെയാണല്ലോ ലോകം. അതായത് ഇവിടെ താഴുമ്പോൾ അടുത്ത രാജ്യത്ത് അങ്ങനെ സംഭവം പൊങ്ങുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കന്യാകുമാരിയിലെ സൂര്യാസ്തമയം കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ത്യയുടെ അവസാനത്തും നമ്മൾ സൂര്യാസ്തമയം കണ്ടുപിടിക്കും. യെസ് അല്ലേ? അതായത് ഇനി അമേരിക്കയിൽ പോയിട്ടാണ് സൂര്യോദയം കാണാൻ. ഇവിടെയുള്ള ഒറ്റ കടയിൽ എല്ലാ കടയും ഇതുപോലത്തെ കളിപ്പാട്ട കടയാണ്. ഇപ്പൊ അടുത്ത മേടിച്ചു തോക്ക് സുത്തായിക്കോട്ട് ഇത് വെച്ചിട്ട് കിട്ടും കേട്ടോ. പോവാം.